സപ്ലൈകോ ബെപ്കോ ലയനം അശാസ്ത്രീയം. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ രൂപീകരിച്ച സപ്ലൈകോയും മദ്യവിൽപ്പന നടത്തുന്ന ബിവറേജസ് കോർപ്പറേഷനും തമ്മിലുള്ള ലയനം സാമ്പത്തികമായി മാത്രമല്ല സാമൂഹികമായും യുക്തിസഹമല്ലെന്ന് പഠനം. സർക്കാരിന്റെ ധവളപത്രത്തിൽ മുന്നോട്ട് വെച്ച ലയന നിർദ്ദേശത്തിനെതിരെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ നടത്തിയ പ്രാഥമിക പഠനമാണ് മുന്നറിയിപ്പ് നൽകുന്നത്. 2021-22 മുതൽ 2024-25 വരെയുള്ള കാലയളവിൽ സപ്ലൈകോയുടെയും ബെപ്കോയുടെയും പ്രവർത്തനം വിലയിരുത്തിയാണ് പഠനം നടത്തിയത്. റിപ്പോർട്ട് മന്ത്രി അനൂപ് ജേക്കബിന് സമർപ്പിച്ചു. വൻ നഷ്ടം നേരിടുന്ന സപ്ലൈകോയെ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ബെപ്കോയുമായി ലയിപ്പിച്ച് സാമ്പത്തിക ബാധ്യത കുറയ്ക്കുക എന്നായിരുന്നു ധവളപത്രത്തിലെ ശുപാർശ. എന്നാൽ ക്ഷേമ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സപ്ലൈകോയും വാണിജ്യ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ബെപ്കോയും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ടെന്നും ഇവയെ കൂട്ടിച്ചേർക്കുന്നതിൽ യാതൊരു യുക്തിയില്ലെന്നും പഠനം ചൂണ്ടിക്കാട്ടുന്നു. സപ്ലൈകോയെ സ്വയം പര്യാപ്ത സ്ഥാപനമാക്കാനുള്ള ശ്രമം അവശ്യ വസ്തുക്കളുടെ സബ്സിഡി കുറയ്ക്കുന്നതിനും ചില മേഖലകളിലെ സേവനങ്ങൾ അവസാനിപ്പിക്കുന്നതിനും ഇടയാക്കുമെന്ന് റിപ്പോർട്ടിലെ വിലയിരുത്തൽ. ഇതുവഴി ഭക്ഷ്യവിലയിൽ അസ്ഥിരതയും ദാരിദ്ര്യവും വർദ്ധിക്കാനും സ്വകാര്യ മേഖലയുടെ സ്വാധീനം ശക്തമാക്കാനും സാധ്യതയുണ്ടെന്നും പഠനം മുന്നറിയിപ്പ് നൽകുന്നു. സർക്കാർ ഗ്രാന്റിനെ ആശ്രയിച്ചാണ് സപ്ലൈകോയുടെ പ്രവർത്തനം. പൊതുവിതരണ സംവിധാനവും സബ്സിഡി പദ്ധതികളും നടപ്പാക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. മറുവശത്ത് ബെപ്കോ സർക്കാർ ഗ്രാന്റ് ഇല്ലാതെ സ്വന്തം വരുമാനം ഉപയോഗിച്ചാണ് പ്രവർത്തന ചെലവ് കണ്ടെത്തുന്നത്. 2021-22 മുതൽ 2024-25 വരെ സപ്ലൈകോയ്ക്ക് സർക്കാർ നൽകിയ ഗ്രാന്റ് 10,711 കോടി രൂപയാണ്. ഇതേ കാലയളവിൽ സ്ഥാപനത്തിന്റെ വരുമാനം 4,203.15 കോടിയിൽ നിന്ന് 1,558.67 കോടി രൂപയായി കുറഞ്ഞു. അതേസമയം ബെപ്കോയുടെ പൊതു ഖജനാവിലേക്കുള്ള സംഭാവന 2021-2022 12,717.09 കോടിയിൽ നിന്ന് 2024-25 17,218.76 കോടിയായി ഉയർന്നു. 35.40% വർധനയാണ് രേഖപ്പെടുത്തിയത്. സപ്ലൈകോയുടെ പൊതുഖജനാവിലേക്കുള്ള സംഭാവന 81.98 കോടിയിൽ നിന്ന് 32.03 കോടിയായി കുറഞ്ഞപ്പോൾ ബെപ്കോയുടെ പ്രവർത്തന ലാഭം 16.71 കോടിയിൽ നിന്ന് 483.40 കോടിയായി ഉയർന്നു. ബെപ്കോയുടെ ശരാശരി വാർഷിക ലാഭം 120.85 കോടി രൂപയായപ്പോൾ സപ്ലൈകോയിൽ ലഭിച്ച ശരാശരി വാർഷിക സർക്കാർ ഗ്രാന്റ് 2,677.85 കോടി രൂപയാണ്. ബെപ്കോയുടെ ശരാശരി ലാഭത്തിന്റെ 22 മടങ്ങാണ് ഈ ഗ്രാന്റ്. ക്ഷേമ പദ്ധതികളും വാണിജ്യ ലക്ഷ്യവും പിന്തുടരുന്ന രണ്ട് സ്ഥാപനങ്ങളെ സാമ്പത്തിക കണക്കുകൾ മാത്രം മുൻനിർത്തി ലയിപ്പിക്കുന്നത് ദീർഘകാലത്തിൽ ഗുണത്തേക്കാൾ ദോഷം ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് പഠനത്തിന്റെ പ്രധാന നിഗമനം.